അല്ല കൈസേ, ഞാൻ മാട്രിമോണിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേജ് കഴിയുമ്പോൾ തോന്നില്ലേ കൂടെ ഒരാളുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഭ്രാന്താവണതും ഈ ഒറ്റയാനായിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്ത് തേങ്ങയാണ് സംഭവം. പ്രത്യേകിച്ച് ഫീലിംഗ് ടൈപ്പായ HSB, ഇതൊരു അസുഖമായിട്ട് വിചാരിക്കരുത് കേട്ടോ. ഹൈലി സെൻസിറ്റീവായ ആളുകളില്ലേ, അവർ ഇൻട്രോവേർട്ടുകൾ, അങ്ങനെയുള്ള ആണുങ്ങളുടെയൊക്കെ എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് ഈ ഒരു മെയിൻ സ്ട്രീം ബഹളത്തിൽ നിന്നൊക്കെ മാറിക്കണ ടീംസാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില സമയത്ത് ഈ ബഹളം വെക്കേണ്ട അവസ്ഥയും വരും. അതിന് മാത്രമല്ല ഊർജ്ജവും ഇല്ല. അപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നമാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ എന്തായാലും മാട്രിമോണിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. എന്താ ഇപ്പോൾ സംഭവം. അപ്പം ഞാനവിടെ മനസ്സിലാക്കിയുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോഴും ആളുകൾ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴും ഒരു എന്താ പറയുക, അവരിങ്ങനെ പറയുന്നത് കരിയറിൽ ഇതിലൊക്കെ അടിപൊളിയായിരിക്കും, സംഭവം അടിപൊളിയായിരിക്കും, കുറേ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, പേഴ്സണലായ സക്സസ് സ്റ്റോറീസൊക്കെ കൊണ്ട് കുറേ സംഗതികൾ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ അച്ഛൻ ഇതാണ് ചെയ്യുന്നത്, അമ്മ അതാ ചെയ്യണത്, എൻ്റെ കാസ്റ്റ് ഇതാണ്, അപ്പോൾ ഈ കാസ്റ്റിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരാളെയാണ് വേണ്ടതെന്ന്. അപ്പോൾ അപ്പോൾ ഇവിടെ ആളുകളുടെ പുറമേ ഉള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കരിയറിലൊക്കെ ഇതിലൊക്കെ വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. കോൺഫിഡൻസ് ലെവലും വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. പക്ഷേ എന്തായിരുന്നു വെച്ചാൽ ഇപ്പോഴും ഒരു വീടിൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ അവരെ കുലത്തിൻ്റെ അടിമയാണ്, അല്ല എന്തോ സംഭവമുണ്ട്. നമ്മളങ്ങനെ ഞാനതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല കേട്ടോ, ഞാൻ ആലോചിക്കണത്. അപ്പോൾ ഒരു വ്യക്തിയുടെ നമ്മൾ എന്താ എന്താ പറയുക കേസ്, ചില ആളുകളൊക്കെ ഇങ്ങനെ പറയൂല, അത് അവരൊരു സൈക്കോളജി, ഞാൻ പൊതുവേ ഒരു പഠന സെലക്ഷൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള അങ്ങനെ പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ നോക്കുന്നത് വെച്ചാൽ സൈക്കോളജിക്കലായിട്ടുള്ളൊരു സംഗതി, അല്ലെങ്കിൽ അവരൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഗതി, അല്ലെങ്കിൽ അവരെങ്ങനെ ലോകത്തെ നോക്കിക്കാണുന്നു, അവരുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ്, അവരുടെ എന്താ പറയുക, അവർക്ക് അവരുടെ ഒരു വീക്ക് പോയിൻറ്റും പോസിറ്റീവ് പോയിൻറ്റും അഡ്രസ്സ് ചെയ്യുക, അക്നോളജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ പബ്ലിക്കായിട്ട്. ഞാൻ ഇതാണ് നോക്കുക, അല്ലാണ്ട് പെർഫെക്റ്റായ അടിപൊളിയായ ഗ്ലാമറസ് ആയ അതല്ല ഗൈസ്. അങ്ങനെയുള്ളവരെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ, എന്താ പറയുക, അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് കേട്ടോ മാട്രിമോണിയിൽ, കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ ഇതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇപ്പോൾ പല ആളുകളില്ലേ, ഇങ്ങനെ ചില പോസ്റ്റ് ഇങ്ങനെ വീഡിയോ റീലൊക്കെ ഇങ്ങനെ, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യൂ, മിങ്കിൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരു എം എന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾ ചാറ്റ് ചെയ്ത് സെറ്റ് ആയിക്കോളി. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ അടിപൊളി തോന്നുന്നു ഗൈസ്. പക്ഷെ അവിടെയും മത്സരങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ ആലോചിച്ച്, അവൾക്ക് മറ്റേ ശ്രീനിവാസനോട് മമ്മൂട്ടി മേഘത്തിൽ പറയില്ലേ, പറ്റിയ ആൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കണം, ഞാൻ ഇപ്പം എന്തിനത് പറഞ്ഞ് അതന്നെ, ഞാനേക്കൊരു പാർട്ണർ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവും, കുറച്ചുകൂടിയൊക്കെ അടിപൊളിയാവും തോന്നുന്നു കേസ്. ഇനിയിപ്പോൾ അതോടുകൂടി മുടിഞ്ഞു പോകുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ളത് എനിക്കെന്തോ, എന്നെ സംബന്ധിച്ചോളം മാരേജ് എന്ന് പറഞ്ഞ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയ അടിപൊളിയാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പേടിയാണ് മൊത്തത്തിൽ ആളുകളെ ഇടപഴകാൻ. ഇപ്പോൾ 2 ബ്രേക്കപ്പ് ഒക്കെ പൊട്ടിപ്പോയിട്ട് കിടക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും